ഹായ്, ഇന്നത്തെ റെസിപ്പി ഒരു പഴകാല പലഹാരമാണ് വാഴക്കപ്പത്തിരി. ഇത് പണ്ടൊക്കെ എല്ലാ കടകളിലും കാണാറുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. ശരിക്കും ഇത് പഴംപൊരിനെക്കാട്ടും നല്ലൊരു ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ ഇതാ ഒരു കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കട്ടോ. ഞാനിപ്പം ഒരു ടേബിൾ സ്പൂണേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഞാൻ എടുക്കുന്ന പഴം അത്യാവശ്യം പഴുത്ത പഴമാണ് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കട്ടോ. ഇനി ഇതിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കട്ടോ. ഒരു കട്ടിക്കുള്ള ബാറ്ററാണ് വേണ്ടത്. കുറച്ചൊരു വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ലൂസായി പോകരുത്. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു നുള്ളു ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തത് ഇതേപോലെ നല്ലൊരു പഴുത്ത പഴമാണ്. പഴുത്ത പഴം തന്നെ എടുക്കാൻ നോക്കണം, എന്നാലേ ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. ഇനിയിപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണേ. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി കുറേശ്ശെ മാവ് ഇതിലേക്ക് കോരി ഒഴിച്ച് കൊടുക്കട്ടോ. ഒന്ന് പരത്തി കൊടുക്കട്ടോ. വാഴക്ക പത്തിരിയല്ല, അപ്പോൾ ഒരു പത്തിരിൻ്റെ ഷേപ്പല്ല വേണ്ടത്. ഫ്ലെയിം ഒരു മീഡിയത്തിലാക്കി കൊടുത്തിട്ട് വേണേ ഫ്രൈ ചെയ്തെടുക്കാൻ. പഴംപൊരിയൊക്കെ നമുക്ക് എപ്പോഴും കഴിക്കുമ്പോൾ മടുത്തു പോലെ. ഈ വാഴക്കപ്പത്തിരിക്ക് അങ്ങനെ മടുപ്പ് തോന്നില്ല കേട്ടോ. അത് തണുത്താലും നല്ലൊരു ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.